ഡച്ച് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, വായിച്ചിട്ട് അതിൻ്റെ മലയാളം പറയുകയാണ്. ഡാനിയൽ കം ഹിയർ റൂത്ത് ജൂലിയ എന്ന് വെച്ചാൽ ജൂലിയ ഡാനിയലിനെ വിളിക്കുക. ഡാനിയൽ കം ഹിയർ എന്ന് വെച്ചാൽ അതങ്ങനെ റൂത്ത് എന്ന് വെച്ചാൽ വിളിക്കുക. സേ സ്റ്റാർട്ട് ബൈ ദി ഫോർഡൂർ വൺ ഹെഡ് ഹൗസ് എന്ന് വെച്ചാൽ അവൾ ജൂലിയ നിൽക്കും. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ അവൾ നിൽക്കുന്നത് ബൈ ദി ഫോർഡൂർ എന്ന് വെച്ചാൽ ഫ്രണ്ട് വശത്ത്. ഫോർഡൂർ വൺ ഹെഡ് ഹൗസ്, ആ വീടിൻ്റെ ഹെഡ് ഹൗസ് എന്ന് പറയുന്നത്, ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്, ഹൗസ്. ഹെഡ് ഹൗസ് എന്ന് പറയുന്നത് ഇത് ഹൗസ് എന്നൊക്കെ പറയല്ലേ ഇംഗ്ലീഷിൽ, അതുപോലെ ഹെഡ് ഹൗസ് വൺ. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അതായത് ദ ഹൗസ് എന്ന് വേണം പറയാം, അങ്ങനെയല്ല ദ ഹൗസ് എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഹെഡ് ഹൗസ് എന്ന് പറയാം. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറയും. എവിടെയാണ് ഹെറ്റ് വരുന്നത്, എവിടെയാണ് ദായ. ഡച്ചിലുണ്ട് ഡായുണ്ട്, ഡി ഇ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡായുണ്ട്, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഫോർഡൂർ വൺ ഹെഡ് ഹൗസ്, സ്റ്റാർട്ട് ഫോർഡൂർ വൺ ഹെഡ് ഹൗസ്. അവൾ നിൽക്കുന്നത് ഫോർഡൂർ, അതായത് ഡോറിൻ്റെ ഫ്രണ്ടിൽ അവൾ നിൽക്കുന്നു. വാട്ട് ഈസ് എർ ജൂലിയ ആൻഡ്വേർഡ് ഇക്ക്. അപ്പം ഡാനിയലാണ് പറയുന്നത്, ഇക്ക് എന്ന് പറയുന്നത് ഞാൻ. വാട്ട് ഈസ് എർ ജൂലിയ എന്ന് വെച്ചാൽ എന്താണ് ജൂലിയ. ആൻഡ്വേർഡ് ഇക്ക്, അതായത് ഡാനിയൽ പറയണം എന്താണ് ജൂലിയ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു. അപ്പം കഥ ഇവിടെ ഡാനിയലിൻ്റെ വശത്താണ്, ഡാനിയലാണ് പറയുന്നത്. വേ ഗാൻ വണ്ടാഹ് നാർ നെതർലാൻഡ് എ ബെൻറ്റ് ഹെഡ് തോഹ് നീറ്റ് ഫെർഗറ്റൻ എന്ന് വെച്ചാൽ, അപ്പം ജൂലിയ പറയാണ് വേ ഗാൻ വണ്ടാഹ് നാർ നെതർലാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന്, വണ്ടാഹ് എന്ന് വെച്ചാൽ ഇന്ന്, നാർ നെതർലാൻഡ് അതായത് ഇന്ന് നമ്മൾ നെതർലാൻഡിലോട്ട് പോവുകയാണ്. നാർ എന്ന് പറഞ്ഞാൽ ടു ആണ്. അത് നമ്മൾ നാർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോഴാണ് നാര്, അങ്ങനെ ഒരു ടു തന്നെ പല തരത്തിലുണ്ട്. അപ്പം നാര് ഇവിടെ ചേർക്കുന്നത് ഒരു സ്ഥലപ്പേരായതുകൊണ്ട്, അങ്ങോട്ട് പോകുന്ന ഇതായതുകൊണ്ടാണ് നാറ് വരുന്നത്. ഏബൻ അത് നമ്മൾ പിന്നീട് പഠിക്കും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. നമ്മളിപ്പം ജസ്റ്റ് അർത്ഥം പറഞ്ഞു പോകാം. ഏബൻ ഹെഡ് ദോ നീറ്റ് ഫെർഗറ്റൻ എന്ന് വെച്ചാൽ നീ ഇപ്പോഴും നീ ഫെർഗറ്റ് ചെയ്തോ. ഫെർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ മലയാളം. ഏബൻ ഹെഡ് ദോ നീറ്റ് ഫെർഗറ്റൻ, നീ മറന്നിട്ടില്ലേന്ന് ചോദിക്കാം. നാച്ചുറലിക് നീറ്റ് ഏബൻ ആൻഡ് ഹെഡ് ഇൻ പാക്കൻ റൂപ്പിക് എന്ന് വെച്ചാൽ ഡാനിയൽ അപ്പം പറയാം. ഡാനിയൽ ഇക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഡാനിയൽ പറയുകയാണ് നാച്ചുറലിക് നീറ്റ്, ഞാൻ മറന്നിട്ടില്ല. ഇഗ്ബെൻ ഓഫ് കോഴ്സ് ഞാൻ മറന്നിട്ടില്ല. ഇഗ്ബെൻ ആൻഡ് ഹെഡ് ഇൻ പാക്കൻ, ഞാൻ അത് പായ്ക്കുകയാണ്.